ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പനീർ മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ്. അപ്പോൾ അതുകൊണ്ടൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പനീർ നല്ലതാണ്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. ഇതിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കടായി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള, സവാള സവാള മുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനുണ്ട്. ചതുക്കി വെച്ച വെളുത്തുള്ളിയാണ്. എണ്ണ നല്ല ചൂടുള്ളതുകൊണ്ട് അതങ്ങ് മൊരിഞ്ഞ് വരും. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, തക്കാളി, 2 വലിയ തക്കാളിയാണ്. ഇനി തക്കാളി ഒന്ന് നന്നായി വെന്ത് തക്കാളിയൊക്കെ നന്നായി മുളച്ച് നല്ല വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാണ്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യം പോലെ ഇട്ടിട്ടാൽ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ അരപ്പിന് ഉണ്ടെങ്കിൽ പച്ചമണം ഉണ്ടാവില്ലേ, അതങ്ങ് പൊയ്ക്കോട്ടെ. തക്കാളി ഉപ്പിൻ്റെ പച്ചമണം പോകുന്നത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് പച്ച മസാല മണമൊക്കെ പോയിട്ട് നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് പനീറാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. വാങ്ങുന്ന പനീറിനേക്കാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ അതിന് അധികം കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായി കത്തിച്ചിട്ട് ആ പനീറിൻ്റെ രുചി ഒന്ന് മസാലയൊക്കെ ഇറങ്ങി നമുക്ക് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ പനീർ നല്ല ടേസ്റ്റ് കേട്ടോ. മസാലകളൊക്കെ കുറയ്ക്കുക, ഇതേപോലെ ഉണ്ടാക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. ഇത് എളുപ്പം തയ്യാറായി വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന പനീറാകുമ്പം ഒന്ന് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ എറിഞ്ഞാൽ തന്നെ പൊട്ടും. വീട്ടിലുണ്ടാക്കുന്നത് നല്ല ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ബൈ. മസാല കുറയ്ക്കുക.